ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ വൈജയന്തിയോട് ചൂടാവുന്നുണ്ട്. നീ കൊണ്ടുവന്ന കുക്കുംബ സലാഡ് എടുത്ത് നിന്റെ മോന്ത അടിച്ചു പൊളിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ബാലേന്ദ്രൻ എന്നല്ല, പൊയ്ക്കോ. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇതൊക്കെ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ മിണ്ടരുത്, പൊക്കോ താഴേക്ക്. അങ്ങനെ അലീന നേരെ പോകുന്നത് മുത്തശ്ശിയുടെ റൂമിലോട്ടാണ് കേട്ടോ. അലീനയാണെങ്കിൽ ആകെ ടെൻഷനില്ല, എന്തൊക്കെയോ തിരയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നതാ കൊച്ചേ നീ തിരയുന്നേ? അപ്പം അലീന പറയുന്നുണ്ട്, എന്താന്ന് ഞാൻ മറന്നുപോയി, ബാഗിനകത്തുനിന്ന് എന്തോ എടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അതെന്നാ മറവിയടി? വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയപ്പോഴേക്കും നീ മറന്നോ? അപ്പം അലീന പറയുന്നുണ്ട്, തലയാകെ പുകഞ്ഞിരിക്കുക, പിന്നെ എങ്ങനെ ശരിയാവാനാ? നിനക്കിപ്പോഴേ തല പുകയ്ക്കാൻ കുടുംബം കുട്ടികളും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്നതാ? അപ്പം അലീന പറയുന്നുണ്ട്, അതിനേക്കാളും കൂടുതലാ. മറന്നു പോയെങ്കിൽ പിന്നെ എന്നാത്തിനായി ബാഗിൽ കിടന്ന് തപ്പുന്ന നീ? കണ്ടാലെങ്കിലും ഓർമ്മ വരുമല്ലോ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, എന്നതാ പറ്റിയെന്ന് നിനക്ക്? അപ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. മുമ്പ് കൃഷ്ണമോളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും അകന്ന് നിൽക്കുക. ഞാൻ അവരുടെ എല്ലാം ശത്രുവായ പോലെ. അവരമ്മയും മക്കളും എവിടെയെങ്കിലും മാറിയിരുന്ന് ചർച്ചയും കൂടിയാലോചനയും. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്നോട് സ്നേഹമല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, ചില നേരത്ത് വലിയ സ്നേഹവും സന്തോഷമൊക്കെയാണ്, ചിലപ്പോൾ എൻ്റെ നേർക്ക് വല്ലാതെ ദേഷ്യപ്പെടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവരൊക്കെ എന്താ ഇങ്ങനെ? അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് ബാലേന്ദ്രനോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ ശരിക്കും എന്നതാ പ്രശ്നമെന്ന്? അപ്പം അലീന പറയുന്നുണ്ട്, എനിക്കതിനുള്ള ധൈര്യം ഇല്ല മുത്തശ്ശി. അല്ല, അവന് വയജോട് ഇത്ര അധികം ദേഷ്യം തോന്നാൻ എന്താ കാരണം? അതും 2-4 ദിവസം കൊണ്ടേ. അപ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിരോധം വന്നല്ലോ, ഇനിയിപ്പോൾ അത് സാറിൻ്റെ കുറ്റമാണെന്നിരിക്കട്ടെ. സാർ ഒരുപാട് മദ്യവും കഴിച്ചു, ഹാർട്ട് അറ്റാക്കും വരുത്തി വെച്ചു. അപ്പോൾ നീലഗിരിയിൽ നിന്ന് വന്ന സാറും മേഡവും ബാലേന്ദ്രൻ സാറിനെയല്ലേ കുറ്റപ്പെടുത്തണ്ടേ? അതിനു പകരം അവർ മേഡത്തിനെ കുറ്റപ്പെടുത്തിയേ, അതെന്തുകൊണ്ടാ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ രോഗിയല്ലേ, അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ് അവനെ ഒന്നും കുറ്റം പറയാത്തത്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അതിന് മേഡത്തിനെ കുറ്റം പറയുന്നത് എന്തിനാ? പോട്ടെടി, സാരമില്ല, നമുക്കെല്ലാം പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നല്ലേ സാറ് പറയേണ്ടിയിരുന്നത്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഗംഗാധരനെ ആശ്വസിപ്പിച്ച് കാണും. അപ്പം അലീന പറയുന്നുണ്ട്, ഉവ്വ, നീ ഒറ്റൊരുത്തി കാരണമാണ് ഈ കുടുംബം തകരാൻ പോകുന്നത്. നല്ല പ്രായത്ത് തോന്നിവാസം കാണിച്ചിട്ടല്ലേ ഇപ്പം എങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നേ? അങ്ങനെ പറഞ്ഞ് ചെകിടത്ത് ഒരു അടിയും കൊടുത്ത് ആശ്വസിപ്പിച്ചു. മേഡാണെങ്കിലോ അവർ പറഞ്ഞതൊന്നും തന്നെ നിഷേധിച്ചില്ല, എതിർത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്തിനാണ് എന്നെ അടിച്ചതെന്ന് പോലും ചോദിച്ചില്ല. അതിനർത്ഥം എന്താ? മേഡത്തിനറിയാം അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴും മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം അലീന പറയാണ്, ഗംഗാധരൻ സാറിനും മേഡത്തിനും അറിയാം ബാലേന്ദ്രൻ സാറിൻ്റെ കൂടെയാണ് ന്യായമെന്ന്. മുത്തശ്ശിക്കും അറിയാം ചില വേണ്ടാധീനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന്. എനിക്കും അറിയാം ചില ഉള്ളുകളികൾ. കഥയൊന്നും അറിയാതെ ആട്ടം കാണുക 3 മക്കളും. അവർക്കറിഞ്ഞൂടാ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. അവരാരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഒന്നും അറിയില്ല അവർക്ക്. വൈജയന്തി ആണെങ്കിൽ ആകെ വിഷമത്തിലാണ് കേട്ടോ. ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെ ഉണ്ട് വൈജയന്തിക്ക്. എന്നാലും ബാലേന്ദ്രൻ ആട്ടി ഓടിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ വൈജയന്തി തിരിച്ചിറങ്ങുക. അങ്ങനെ ആകെ വിഷമിച്ച് സ്റ്റെപ്പിലിരിക്കുന്ന വൈജയന്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അതേസമയം ബാലേന്ദ്രനാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ്. പണ്ട് രേവതിക്കുട്ടി മലീനിയും പറഞ്ഞ കോൾ റെക്കോർഡിംഗ് ഒക്കെ ബാലേന്ദ്രൻ വീണ്ടും കേട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഗംഗാധരമേനോൻ്റെ അടുത്ത് പോയി ചോദിച്ച കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രന് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധനാണ് വിളിക്കുന്നത്. ഹലോ ബാലേട്ടാ, ഞാൻ നാളെ അങ്ങോട്ട് വന്നോട്ടെ? പർച്ചേസിന് പോകേണ്ട സമയം കഴിഞ്ഞു. സൂററ്റിൽ പോകണം, ബാംഗ്ലൂർ മുംബൈയിലേക്കും പോകണം. നാളെയാണ് പോവേണ്ടത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്ക് ഈ കട 3 അടച്ചിട്ടേക്ക്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഒരാഴ്ചത്തേക്കോ? ബാലേട്ട എന്താ ഈ പറയുന്നേ? ഒരാഴ്ച പോരെങ്കിൽ 1 മാസം കൊണ്ട് അടച്ചിട്ടേക്ക്. ബാലേട്ട, നമ്മുടെ ജോലിക്കാരോട് എന്നാ പറയും? വീട്ടിൽ പോയി ഇരിക്കാൻ പറയണം, അല്ലേ വേറെ എവിടെയും ജോലി നോക്കാൻ പറ. ബാലേട്ടൻ്റെ മൂഡ് ശരിയല്ല, ഞാനെന്തായാലും നാളെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ഗോവർദ്ധൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് കേട്ടോ. മനു ആണെങ്കിൽ ഇപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലുള്ളത്.
അങ്ങനെ എറണാകുളത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മനു. ഹലോ സോജ. അപ്പോൾ സോജൻ പറയുന്നുണ്ട് കേട്ടോ. ആ സോജ. എടാ നീ ഉറങ്ങിയോന്നല്ല ചോദിച്ചത്. എടാ റാസ്കൽ സോജ, ഞാൻ മനുവാടാ. അപ്പോൾ സോജൻ പറയുന്നുണ്ട്, ആ അങ്ങനെ മര്യാദയ്ക്ക് വിളിക്ക്. എടാ ഞാൻ നിന്നോട് ഹോം നേഴ്സിൻ്റെ ജോലിക്കാര്യം പറഞ്ഞിരുന്നില്ലേ, എന്തായി? എടാ കൂട്ടാത്തോളത്തുള്ള ആയുർവേദ നഴ്സിംഗ് ഹോമിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ സോജൻ പറയുന്നുണ്ട്, ആ അതെൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഉണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടോയെന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. സോജനാണെങ്കിൽ ഭയങ്കര ഉറക്കത്തിൻ്റെ മൂഡിലാണ് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതുവരെ നീ അന്വേഷിച്ചില്ലേ? അപ്പോൾ സോജൻ പറയുന്നുണ്ട്, അന്വേഷിക്കണമല്ലോ. അപ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ കോപ്പേ, ഒരു കാര്യം ഏറ്റെടുത്ത് അത് നടത്തണ്ടേ? നീ ഇതെന്നാ മനുഷ്യനാ? നിന്നെയൊക്കെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സോജൻ ചോദിക്കുന്നുണ്ട്, ആർക്ക് വേണ്ടിയായി ജോലി? അപ്പോൾ മനു പറയുന്നുണ്ട്, അലീനയ്ക്ക്. ഓ നിൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലെ സുന്ദരി പെണ്ണ് അല്ലേ? അപ്പോൾ നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, നീ കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ സോജൻ പറയുന്നുണ്ട്, ആ ചെറുതായിട്ട്, ഇന്ന് അളിയൻ്റെ കൊച്ചിൻ്റെ മാമോദീസയായിരുന്നു. അപ്പം മനു പറയുന്നുണ്ട്, ആ അതിൻ്റെ ഒരു കുഴച്ചിൽ കാണാനുണ്ട്. അപ്പം സോജൻ പറയുന്നുണ്ട്, എടാ മനു, ഞാൻ ഒരു സൂപ്പർ ഐഡിയ പറയട്ടെ. ആ പെങ്കൊച്ചിനെ നിനക്ക് രക്ഷിക്കണമല്ലേ? അപ്പം മനു പറയുന്നുണ്ട്, എടാ അവൾക്ക് മാന്യായിട്ടൊരു ജോലിയാണ് വേണ്ടത്. അപ്പം സോജൻ പറയുന്നുണ്ട്, ആ ഞാൻ പറയട്ടെ, എൻ്റെ അടുത്തൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ ഉണ്ടല്ലോ മോനെ മനുവേ, നീ അവളെ അങ്ങ് കെട്ടിക്കോ, എല്ലാ പ്രശ്നവും അങ്ങ് തീരും. അപ്പം മനു പറയുന്നുണ്ട്, നിന്നോട് ജോലിക്കാരൻ പറഞ്ഞാൽ എന്നെ അടിക്കണം, സ്റ്റുപ്പിഡ്. അങ്ങനെ പറഞ്ഞ് മനു ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മനുവിൻ്റെ മനസ്സിലും അതുതന്നെയാണ് ഉള്ളത്. അങ്ങനെ സോജൻ പറഞ്ഞ ആലോചിച്ച് ചിരിക്കുന്നുണ്ട് കേട്ടോ മനു. പിന്നെ കാണിക്കുന്നത് ഗ്രേസമ്മേനെയും മാമച്ചനെയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, മാമച്ചായ നമുക്കൊന്നുകൂടെ അവിടെ വരെ പോകണ്ടേ? അപ്പം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, എവിടെ പോകുന്ന കാര്യമാണ്? അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, കൊട്ടാരമറ്റത്ത്. അതിന് രേവതിക്കുട്ടി ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, അവളതിന് അലീന ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഇനി പോകുമ്പോൾ അവളെ കൂടി കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. അതിന് അലീന വരുന്നില്ലല്ലോ. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇല്ല, നമ്മളെന്തിനാ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? നമ്മുടെ ജോമോൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് നമ്മളല്ലേ അന്വേഷിക്കേണ്ടത്? ആ സമയം രേവതിക്കുട്ടി ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആരാണാവോ ഈ നമ്മൾ? അങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താ 4 കപ്പ്? ആൻറ്റിക്ക് 1 കപ്പ് പോരെ? മിച്ചം വരുന്നത് ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓ ഉത്തരവ്. അങ്ങനെ രേവതിക്കുട്ടി 1 കപ്പ് ചായ എടുത്ത് ജോസൂട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാ ചായ കൊടുക്കുന്നേ? അവൻ ഔട്ട് ഹൗസിൽ കെറ്റിലും ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഉണ്ട്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, തനിയെ ഉണ്ടാക്കണ്ടേ ഞങ്ങളെ, പാവല്ലേ, നല്ല ചായയല്ലേ? അപ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, നല്ലതാന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, നല്ലതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എന്നാ കേട്ടോ, സൂപ്പർ ചായ. ഇത് കേട്ട് രേവതിക്കുട്ടി ചിരിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഇനി പറ, ഇവിടെ എന്തായിരുന്നു ഒരു ഗൂഢാലോചന? അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജോമോൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ. നീ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങളുടെ ജോമോനല്ല, എൻ്റെ ജോമോൻ ചേട്ടൻ. നിങ്ങൾ ഉപേക്ഷിച്ചിട്ടിരുന്ന ജോമോൻ ചേട്ടനെ ഞാനാ പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ആ ശരി, നിൻ്റെ ജോമോൻ ചേട്ടൻ. കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിക്കാമെന്ന് നീ ഒന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ അന്വേഷിക്കാത്തേ? ഞങ്ങൾ ഓരോ ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സൗകര്യം കൂടി ചെയ്തു തരണം. അപ്പം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷനോ? നീ ആരാ, CID? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, CID അല്ല, CBI. എന്തിനകത്തിനാ കുറയ്ക്കുന്നേ? അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, നമുക്കതിങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ, അന്വേഷിക്കണ്ടേ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആര് പറഞ്ഞു അന്വേഷിക്കുന്നില്ലെന്ന്? ഒരു ദിവസം ഞാൻ ആൻസി ചേച്ചിയെ വിളിച്ചിരുന്നു, ആ റോബിൻ ചേട്ടൻ്റെ വൈഫില്ലേ, ഞാനന്ന് പറഞ്ഞതൊക്കെ കറക്റ്റാ. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, നീ അന്ന് പലതും പറഞ്ഞു, അതിലേതാ കറക്റ്റ്? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതായത് ഷെറിൻ ചേച്ചി പ്രഗ്നൻസി വീട്ടുകാരറിയാതെ 7 മാസവും വീട്ടുകാരറിഞ്ഞുകൊണ്ട് 2 മാസവും കണ്ടിന്യൂ ചെയ്തു. അബോർഷൻ നടത്താൻ കൊട്ടാരമറ്റത്തുകാർ പല അടവും പ്രയോഗിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ MTP, അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി.
അങ്ങനെ ചുമ്മാതൊന്നും അബോർഷൻ നടത്താൻ പറ്റില്ല. അതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അങ്ങനെ അബോർഷനെ പറ്റി ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. ഇത് കേട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായ ഇപ്പോൾ സംസാരിക്കുന്നത് ഗൂഗിളാ, നമ്മളുടെ രേവതിക്കുഞ്ഞല്ല. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ഷെറിൻ ചേച്ചി പ്രസവിച്ചു. നാണക്കേട് ഭയന്ന് കൊട്ടാരമറ്റത്തുകാർ ഷെറിൻ ചേച്ചിയെ മധുരയിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാൽ പ്രസവിച്ചത്. എന്നിട്ട് 2 മാസം മധുരയിൽ കഴിഞ്ഞു ഷെറിൻ ചേച്ചിയും കുഞ്ഞും. അവർക്കവിടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, പിന്നെന്താ സംഭവിച്ചതെന്ന് ആൻസി ചേച്ചിക്ക് പറഞ്ഞുകൂടാ. ഷെറിൻ ചേച്ചി കൊട്ടാരമറ്റത്തേക്ക് തിരിച്ചെത്തി, പക്ഷെ കുഞ്ഞില്ല. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, കുഞ്ഞിനെ അവരെന്ത് ചെയ്തു? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്താ ചെയ്തതെന്നൊന്നും അറിയത്തില്ല, അത് നമ്മൾ അന്വേഷിക്കണം. ഞാൻ ആൻസി ചേച്ചിയോട് ടോണിച്ചായൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാമെന്നാ ആൻസി ചേച്ചി പറഞ്ഞേക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഗ്രേസമ്മയും മാമച്ചായനും ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ജോമോൻ്റെ കുഞ്ഞ് ഉണ്ട് അല്ലേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഗ്രേസമ്മ കരയുന്നുണ്ട് കേട്ടോ. മാമച്ചായ നമ്മുടെ കുഞ്ഞ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ ഇന്ന് ഫുഡ് മുഴുവൻ കഴിച്ചല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഇന്ന് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നീ കഴിച്ചോ? എൻ്റെ ടൈം ആയിട്ടില്ല. അങ്ങനെ അലീന മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, മരുന്ന് കഴിക്കാം. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ എത്ര ധൃതി? മരുന്നെടുത്ത് തന്നിട്ട് ഓടാനല്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ജോലി തീർക്കുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് സ്നേഹനികേതനത്തിലോട്ട് പോവാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിപ്പോൾ ഇല്ല, അടച്ചുപൂട്ടി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നീ സ്നേഹനികേതനത്തിലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഞാനിവിടെ ചാരിക്കിടന്ന് സുഖമായിട്ട് കേൾക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുറേ പണിയുണ്ട് എനിക്ക്. അല്ല എന്നാൽ നമുക്ക് സ്നേഹനികേതനത്തിലോട്ട് പോവാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിപ്പോൾ ഇല്ല, അടച്ചുപൂട്ടി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നീ സ്നേഹനികേതനത്തിലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഞാനിവിടെ ചാരിക്കിടന്ന് സുഖമായിട്ട് കേൾക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുറേ പണിയുണ്ട് എനിക്ക്. അല്ല എന്നാലും പേഷ്യൻറ്റിൻ്റെ ഇഷ്ടവും പരിഗണിക്കാം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ ഇവിടെ ഇരിക്കി. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിരാമമേനോനും ബ്രിജിത്താമ്മയും തമ്മിൽ എന്താ ബന്ധം? ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്